തിരുവനന്തപുരം വഞ്ചിയൂരിൽ പട്ടാപ്പകൽ അരുംകൊല. കൈതമുക്ക് ചമ്പക്കട സ്വദേശി വിശാഖിന്റെ കൊലപാതകത്തിന് പിന്നിൽ കാറിലെത്തിയ സംഘമെന്ന് പോലീസ്. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ അയൽവാസിയായ പ്രദീപിന്റെ നേതൃത്വത്തിൽ കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് ഭാഷ്യം. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറ് പുലയാർകോട്ടയിൽ നിന്നും പോലീസ് കണ്ടെത്തി. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, പോലീസ് ഇപ്പോൾ കാറ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളിലേക്ക് എത്താൻ പ്രതികളെ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ അപ്ഡേറ്റ്സ് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പ്രതികൾ സഞ്ചരിച്ചു എന്ന് പറയുന്ന ഓൾട്ടോ 800 കാർ പുലയാർകോട്ട ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഈ കാറിലാണ് പ്രതികൾ 4 പേരുണ്ടെന്ന് പറയുന്നു. അവർ 4 പേരും ഈ കാറിലാണ് എത്തിയത്. ഈ കാറിനുള്ളിൽ നിന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ കാണാൻ കഴിയുന്നത് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തികളുണ്ട്. ഒപ്പം ഇവർ മദ്യക്കുപ്പിയുടെ ഭാഗവുമുണ്ട്. ഒരുപക്ഷെ ഇവർ മദ്യപിച്ചിട്ടാകാം ഈ കൃത്യം നടത്തിയത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ മദ്യക്കുപ്പിയും വെട്ടുകത്തികളും ഈ കാറിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം ഈ ആശുപത്രിയുടെ തൊട്ടടുത്താണ്, നെഞ്ചിരോഗ ആശുപത്രി തൊട്ടടുത്ത് നിന്നാണ് ഈ വാഹനം, തൊട്ടടുത്തുള്ള പറമ്പിലാണ് ഈ വാഹനം ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഘട്ടത്തിൽ തന്നെ പോലീസിനെ വിവരം ലഭിക്കുകയും ഇപ്പോൾ നിലവിൽ ആദ്യഘട്ടത്തിൽ ഡോഗ് സ്ക്വാഡ് എത്തിയിരുന്നു. ഇപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ്. ഡോഗ് സ്ക്വാഡിന്റെ നായ തൊട്ടപ്പുറത്ത് സദേൺ എയർ കമാൻഡിനടുത്തുള്ള ഈ ആശുപത്രിയിൽ വരുന്ന രോഗി ഇടത്തേക്ക് പോയിരുന്നു. അവിടെ വ്യാപകമായ പരിശോധന നടത്തി. പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഒരു അന്തേവാസി പക്ഷേ ഇത്തരത്തിൽ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്ന് പരിചയമില്ലാത്ത 3 പേർ ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. പോലീസും ഒരുപക്ഷെ ഇവർ ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം, പല ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാകാമെന്ന് പറയുന്നുമുണ്ട്. ഈ ഫോറൻസിക് സംഘം ഇപ്പോൾ എന്തായാലും പരിശോധന നടത്തുകയാണ്. ഈ കാറ് ഇവിടേക്ക് എത്തുമ്പോൾ ഇത് ഏത് ഭാഗത്തേക്ക് പോയി എന്നൊക്കെയുള്ള ഒരു നിരീക്ഷണത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം കൃത്യമായി CCTV പരിശോധനയിൽ നിന്നാണ് ഈ കാറിലാണ് ഇവർ എത്തിയെന്ന് മനസ്സിലാക്കുന്നതും കാറ് പോയ ദിശയും പോലീസ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ കാർ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞത്. നിലവിൽ എന്തായാലും അന്വേഷണം പെട്ടെന്ന് തന്നെ നടക്കുകയാണ്. പ്രതികളെക്കുറിച്ച് വിവരമുള്ളത് കൊണ്ട് തന്നെ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് പറയുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ വാഹനമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലീഡ്. ആ വാഹനം ഇപ്പോൾ എന്തായാലും ഈ പുലയാർകോട്ട ഭാഗത്ത് നിന്ന് പോലീസ് എന്തായാലും കണ്ടെത്തിയിരിക്കുകയാണ്. ശരി, ഇപ്പോൾ ആ വാഹനം കണ്ടെത്തിയിരിക്കുന്നു, ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, മദ്യക്കുപ്പികൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ലഹരിയിലായിരിക്കാം ഇത്തരത്തിലുള്ള കൃത്യം നടത്തിയത്. ഈ ആയുധങ്ങളാണോ കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടിയിരിക്കും. എന്തായാലും ഒരു നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ വാഹനം കണ്ടെത്താൻ സാധിച്ചു. ഇപ്പോൾ അവിടെ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അതിന് തരത്തിലുള്ള പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നു. രാഹുൽ ജിനാഥാണ് വിവരങ്ങൾ നൽകിയത്.